ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് ബീൻസ് മുട്ട തോരൻ. സോ നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കാം. ഓക്കെ, നമുക്കിനി നമ്മുടെ തോരൻ റെഡിയാക്കി എടുക്കാം. സോ അതിന് വേണ്ടി ഞാനിപ്പോൾ ഇവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇട്ട് കൊടുത്ത് അതിൻ്റെ കൂടെ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് അതിൽ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടി കഴിഞ്ഞിട്ട് അതിൽ കറി ലീവ്സും വെറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്ത് ജസ്റ്റ് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. കടുക് നല്ലപോലെ ഒന്ന് പൊട്ടി കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് 2 മീഡിയം സൈസ് സവാള ഞാൻ നല്ലപോലെ ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതും 5 പച്ചമുളകും പിന്നെ അതിൻ്റെ കൂടെ ഒരു 4-5 വെളുത്തുള്ളി നല്ലപോലെ ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്, നല്ലപോലെ ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. സവാളയുടെ കളറൊന്നും ഒരുപാട് ചേഞ്ച് ആവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ലൈറ്റ് ഗോൾഡൻ കളർ ആയാൽ മാത്രം മതിയാകും. അതിൻ്റെ പച്ചമണമൊന്ന് മാറി കിട്ടുമ്പോഴത്തേക്ക് ഞാനിവിടെ ഒരു 300 ഗ്രാം ബീൻസ് നല്ലപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം ആവശ്യത്തിനായ ഉപ്പും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് നമുക്കിത് മിക്സാക്കി കൊടുക്കാം. ബീൻസിൻ്റെ ഒപ്പം നമുക്ക് ക്യാരറ്റും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം ക്യാരറ്റൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ക്യാരറ്റും നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ബീൻസിൻ്റെ കൂടെ തന്നെ ക്യാരറ്റും ചേർത്ത് കൊടുക്കാം. നമുക്കിത് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുത്ത് ആവിയിൽ ഒരു 10 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. ഒട്ടും വെള്ളം ചേർക്കാതെ വേണം വേവിച്ചെടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇവിടെ ഒട്ടും വെള്ളം ചേർക്കുന്നില്ല. ഇനി നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ ചെറുകിയതും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഒരു ആവിയിൽ 5 മിനിറ്റ് വീണ്ടും ഇത് വേവിച്ചെടുക്കണം. നമ്മളിതിൽ തേങ്ങ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ബീൻസ് തോരനിൽ തേങ്ങ മാത്രമേ ചേർക്കാറുള്ളൂ. ഇപ്പോൾ ഇതിൽ ഞാൻ മുട്ടയും കൂടി ചേർക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് തേങ്ങ ചേർത്ത് കൊടുക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ തേങ്ങ സ്കിപ്പ് ചെയ്യാം, മുട്ട മാത്രം ചേർത്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി ഞാനിവിടെ 3 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. മുട്ടയും കൂടി ചേർത്ത് നല്ലപോലെ ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 3 മുട്ട മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഒരു 5 മുട്ട വരെ നമുക്കിതിൽ ഇട്ട് കൊടുക്കാം. ഇനി മുട്ടയും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മുട്ടയും ഇതിൽ മിക്സാക്കി കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇത് ഇളക്കി കൊടുക്കാം. മുട്ടയുടെ ഫ്ലേവറൊക്കെ ബീൻസ് നല്ലപോലെ മിക്സ് ആവുന്നത് വരെ നമുക്ക് നല്ലപോലെ ഇത് ഒരു 5-10 മിനിറ്റ് നല്ലപോലെ ലോ ഫ്ലെയിമിൽ ഇങ്ങനെ മിക്സാക്കി കൊടുക്കാം. പിന്നെ ഒരു കാര്യം, ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ ഒപ്പം ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെക്കണം. സോ ഇതാണ് ഗൈസ് നമ്മുടെ ഈസി ആയിട്ടുള്ള ഒരു മുട്ട ബീൻസ് തോരൻ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചോറിൻ്റെ കൂടെ ഒക്കെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സൈഡ് ഡിഷാണ്. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഇനി ഇതുപോലെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.